ജനപ്രിയ പരിപാടിയായിരുന്നു സ്റ്റാർ മാജിക്. 7 വർഷക്കാലം മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. ടെലിവിഷൻ താരങ്ങളും ഹാസ്യതാരങ്ങളും ഒരുമിച്ച പരിപാടി മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചതാണ്. ഇപ്പോഴത്തെ സ്റ്റാർ മാജിക് കാലത്തെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഷോയുടെ ഡയറക്ടറായിരുന്ന അനൂപ് ജോൺ. സ്റ്റാർ മാജിക്കിന്റെ സമയത്തുണ്ടായ മറക്കാനാകാത്ത അനുഭവമാണ് അനൂപ് ജോൺ പങ്കുവയ്ക്കുന്നത്. ഇൻഫ്ലുവൻസ് പ്ലസ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അനൂപ് മനസ്സ് തുറന്നത്. ഒരിക്കൽ തങ്ങളെ തേടി വന്ന ഒരു ആരാധകന്റെ കത്തിന് പിന്നാലെ പോയപ്പോഴുണ്ടായ അനുഭവമാണ് അനൂപ് പങ്കുവയ്ക്കുന്നത്. വിജീഷ് എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കത്തയച്ചു. ഞങ്ങൾ ആളെ കണ്ടെത്തി പോയി കണ്ടു. ഷോയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതിയപ്പോഴാണ് അദ്ദേഹം വീൽചെയറിലാണെന്ന് അറിയുന്നത്. നടക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴും അതുപോലെയുള്ള ആളുകൾ സൂപ്പർ ഷോ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട്. ഡിസേബിൾ ആയവർക്കായി പ്രത്യേക ഷോ നടത്താനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. വലിയൊരു സെലിബ്രിറ്റി വരുന്നതിനേക്കാൾ സന്തോഷം എനിക്കതിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നാണ് വിജീഷ് പറയുന്നത്. വിജീഷിൻ്റെ സംഭവത്തിൽ ഷോയിലേക്ക് ഒരു കത്ത് മാത്രമാണ് വരുന്നത്. ഞങ്ങളത് എപ്പിസോഡിൽ വായിച്ചു കേട്ടപ്പോൾ എല്ലാവരും കരിച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. അപ്പോഴാണ് ഞാനിതിൻ്റെ ബാക്ക് സ്റ്റോറി തപ്പി നോക്കാൻ തീരുമാനിക്കുന്നത്. വിജീഷ് 1-2 കത്ത് അയച്ചിരുന്നു. രണ്ടാമതാണ് ഞങ്ങൾക്ക് കിട്ടിയത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ ആരാണെന്നറിയാൻ ആകാംക്ഷ തോന്നിയെന്നും അനൂപ് പറയുന്നു. എൻ്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട് കണ്ടെത്തി. ചെല്ലുമ്പോൾ അമ്മയുണ്ട്. കയറി ചെല്ലുമ്പോൾ വിജീഷ് കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ അത്രയും ബെഡ്റിഡനാണെന്ന് വിചാരിച്ചിരുന്നില്ല. കൈ പോലും അനങ്ങില്ലായിരുന്നു. 1-2 വിരൽ മാത്രമാണ് അനങ്ങിയിരുന്നത്. അത് വെച്ചിട്ടാണ് പുള്ളി എഴുതിയത്. ഇന്നും അദ്ദേഹം സൂപ്പർ ഷോയുടെ ഓരോ എപ്പിസോഡിൻ്റെയും എല്ലാ പോയിന്റും അയക്കും. നിർദ്ദേശങ്ങൾ നൽകുമെന്നും അനൂപ് പറയുന്നു. സ്റ്റാർ മാജിക് ഷോയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് അവതാരകയായ ലക്ഷ്മി നക്ഷത്രയായിരുന്നു. ലക്ഷ്മി എങ്ങനെയാണ് ഷോയിലേക്ക് വന്നതെന്നും അനൂപ് പറയുന്നുണ്ട്. ലക്ഷ്മി 5ാമത്തെ അവതാരികയായിട്ടാണ് സ്റ്റാർ മാജിക്കിലേക്ക് വരുന്നത്. അതിനു മുന്നേ 4 പേർ വന്നുപോയി. പലർക്കും അതുമായി സിങ്ക് ആകാൻ പറ്റിയിരുന്നില്ല. അങ്ങനെയാണ് ലക്ഷ്മി വരുന്നത്. ഉറപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ കാസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ ഷോയ്ക്ക് നെഗറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് പോസിറ്റീവായി മാറിയതെന്നാണ് ലക്ഷ്മി പറയുന്നത്. ലക്ഷ്മി ഒറ്റയ്ക്കാണ് ആ ഫ്ലോറിലേക്ക് കയറി വരുന്നത്. ടാലൻറ്റിൻ്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. എന്താണ് വരാൻ പോകുന്നതെന്ന് ലക്ഷ്മിക്കറിയില്ല. ലക്ഷ്മി അതിനകത്ത് പിടിച്ചു നിന്നു. ഒറ്റയ്ക്ക് നിന്ന് ജെല്ലായി മാറി. പിന്നീടാണ് ഷോ ആളുകളിലേക്ക് എത്തുന്നത്. ലക്ഷ്മി വന്ന് 5-6 എപ്പിസോഡുകൾ കൊണ്ട് സിങ്കായി. പിന്നെ ഷോ ലക്ഷ്മിയുടെ കയ്യിലായി. പിന്നെ വേറെ ലെവലിലെത്തി. ലക്ഷ്മി എവിടെ നിന്നാലും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലെന്നും അനൂപ് പറയുന്നു.